ഒരു പുസ്തകം നമുക്ക് പരിചയപ്പെടാം. സാധു സുന്ദർ സിംഗ്. അധ്യായം 1. ജനനം. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം വാക്യം 6. സിഖ് വംശജരുടെ അധിവാസ സ്ഥാനം പഞ്ചാബാണ്. വടക്കുള്ള തിബറ്റും ചൈനയും പഞ്ചാബിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിട്ടുള്ളതും ഹിമാലയൻ പർവ്വതനിരകൾ കൊണ്ടത്രേ. സിന്ധു ഗംഗാ നദികൾ പഞ്ചാബിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി ചുറ്റിയൊഴുകുന്നു. വളരെ ബലഭൂഷ്ടമുള്ള ഒരു ഭൂവിഭാഗമത്രേ പഞ്ചാബ്. ലാഹോറും അമൃത്സറും സിഖ് രാജ്യത്തിലെ പ്രധാന നഗരങ്ങളാണ്. സിഖുകാർ ഒരു പ്രത്യേക മതവിഭാഗമായി വർത്തിക്കുന്നു. ജീവിതത്തിൽ എല്ലാ സംയമനങ്ങളും നിഷ്ഠയായി പരിപാലിക്കണമെന്ന് സിഖ് മതം അനുശാസിക്കുന്നു. ഗുരു നാനാക്ക് ആണ് സിഖുകാരുടെ മതഗുരു. ഗുരു നാനാക്ക് രചിച്ചിട്ടുള്ള ആദ്യ ഗ്രന്ഥം എന്ന പുസ്തകമാണ് സിഖുകാരുടെ മതഗ്രന്ഥം. പൊതുവെ നിർദോഷികളും സഹനബുദ്ധികളുമായ സിഖുകാർ കാലക്രമേണ ധീരന്മാരും യോദ്ധാക്കളും സമർത്ഥരായ സൈനികരുമായി തീർന്നു. അവരുടെ മത ഗുരുവായിരുന്ന അർജുന മത വൈപരീതവും ഹേതുവാൽ ജഹാംഗീർ ചക്രവർത്തി വധിക്കുകയുണ്ടായി. അതേ തുടർന്നു മതത്തിൻ്റെ പേരിൽ പലതര പീഡനങ്ങളും മർദ്ദനങ്ങളും സിഖുകാർക്ക് അനുഭവിക്കേണ്ടതായി വന്നു. അങ്ങനെ പല സിഖുകാരെയും ദാരുണമായി വധിക്കുകയുണ്ടായി. ഈ പ്രകാരം അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിമിത്തം അവർ പ്രതികാര ബുദ്ധികളായി തീർന്നു. ശത്രുക്കളോട് പകരം വീട്ടുക എന്നത് അവരുടെ ജീവിത നിഷ്ഠയായി അവർ സ്വീകരിച്ചു. സിഖ് ഗുരു പരമ്പരയിൽ 10ാമനായ ഗുരു ഗോവിന്ദനാണ് സിഖുകാരെ ഭയരഹിതമായ യുദ്ധാഭ്യാസികളും മതഭക്തരുമാക്കി സംഘടിപ്പിച്ചത്. മതത്തോടുള്ള ദൃഢമായ വീഴ്ചയും മതഭക്തിയുമുള്ള സിഖുകാർക്ക് മതത്തിനു വേണ്ടി ആരെയും എതിർക്കാൻ ഒരു മടിയുമില്ല. യാതൊരു സിഖുകാരനും കുടുമിയും താടിമീശിയും മുറിച്ച് കൂടെന്ന് ഒരു മതകർമ്മമൂലം ഖഡ്ഗവുമായി ബന്ധം ഉറപ്പിക്കണമെന്ന് ഗുരു ഗോവിന്ദൻ അനുശാസിച്ചു. ആ ആചാരങ്ങൾ ഇന്ന് അന്യോന്യം നടന്നു വരുന്നു. സിഖുകാർ ധീരന്മാരും കായിക അഭ്യാസികളും രാവിലെയും വൈകിട്ട് നിഷ്ഠയോട് പ്രാർത്ഥന നടത്തുന്നവരും അത്രേ. ദൈവത്തിൻ്റെ പ്രത്യേക സൂക്ഷിപ്പിലും കരുതലും ഗുരു ഗോവിന്ദൻ തങ്ങളെ ഭാരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് സിഖുകാർ വിശ്വസിക്കുന്നു. വടക്കുള്ള പഞ്ചാബിലും പട്യാല രാജ്യത്തും റാംപൂർ എന്ന ഗ്രാമത്തിൽ ഒരു സിഖുകാരനായ സർദാർ ഷേർ സിംഗിൻ്റെ 4ാമത്തെ സന്താനമായി 1789 സെപ്റ്റംബർ 3-ാം തീയതി സാധു സുന്ദർ സിംഗ് ഭൂജാതനായി. സർദാർ ഷേർ സിംഗ് ആ ഗ്രാമത്തിലെ അധിപനും സമ്പത്ത് കൊണ്ട് സ്ഥിതി കൊണ്ട് ഗ്രാമവാസികളുടെ പ്രത്യേക ബഹുമാനത്തിനും പ്രശംസയ്ക്കും പാത്രീഭൂതനായി തീർന്നു. സുന്ദർ സിംഗിൻ്റെ സഹോദരമായ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇളയപുത്രനായ സുന്ദർ അമ്മയുടെ അഭിമാന ഭാജനവും എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായി വളർന്നു. സമ്പന്നനും ബഹുമാന്യനും സർദാർ ഷേർ സിംഗിൻ്റെ ഗ്രാമഭവനം സുഭിക്ഷതയിലും സന്തുഷ്ടയിലും കഴിഞ്ഞു വരുന്നത് കൊണ്ട് സുന്ദർ സിംഗിൻ്റെ ബാല്യകാലം എല്ലാവിധത്തിലും ആനന്ദപ്രദമായി തീർന്നു. പാശ്ചാത്യ പരിഷ്കാരം അധികം സംക്രമിച്ചിട്ടില്ലായിരുന്ന ഗ്രാമഭാഗങ്ങളിൽ ദൈനംദിന ആചരിക്കേണ്ട മതാനുഷ്ഠാനങ്ങളിൽ എല്ലാം തന്നെ അന്യോന്യം ആചരിക്കപ്പെട്ടു പോരുന്നുണ്ട്. പട്യാല മഹാരാജാവിൻ്റെ അധികാരത്തിനും ശാസനത്തിനും തീർത്തും വഴിപ്പെട്ട് ജനങ്ങൾ നിവസിക്കുന്നുവെങ്കിലും മതാചാര ബന്ധരായ സിഖുകാർ വലിയവനെയും ചെറിയവനെയും തുല്യ നിലയിൽ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അത് അവരുടെ മതത്തിന് പ്രത്യേക വൈശിഷ്ട്യമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ സമഭാവന സാധു സുന്ദർ സിംഗിൽ ദൃഢമായി. ഒരു സിഖ് ഗൃഹാധിപനായി മാതാവ് ഗൃഹത്തിൽ എത്രയും പൂജനീയമായ സ്ഥാനമാണ് അലങ്കരിച്ചിരിക്കുന്നത്. സ്ത്രീകളെ സിഖുകാർ പ്രത്യേകിച്ച് ബഹുമാനിക്കുന്നുണ്ട്. വിവാഹത്തിന് അവരുടെ ഇടയിൽ വലിയ സ്ഥാനമാണുള്ളത്. ഭർത്താവ് ഭാര്യയും കൂടി ചേർന്നിരുന്നു സർവാധിപനായ ഏകദൈവത്തെ ദിവസം തോറും ഭവനത്തിൽ വെച്ച് ആരാധിക്കുക എന്നത് അവരുടെ ഇടയിലെ ഒരു പതിവാണ്. ഒരു ദിവസം പിറന്നാൽ അവർ ആദ്യമായി ചെയ്യുന്നത് തന്നെ ദൈവാരാധന നടത്തുകയാണ്. സർവശക്തനായ ഏകദൈവത്തിന് സ്തുതിഗീതങ്ങൾ മതഗ്രന്ഥത്തിന് വായിച്ച് അവയെ ശബ്ദമുയർത്തി ഉരുവിടുന്നത് ഓരോ സിഖ് ഗൃഹത്തിലും രാവിലെ തോറും നടന്നുവരുന്ന ആചാരമത്രേ.
സുന്ദർ സിംഗിന്റെ ഗൃഹത്തിൽ അധിപൻ അച്ഛൻ സർദാർ ഷേർ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും ഗൃഹത്തിൽ ഒരു കൂട്ടുകുടുംബമായി പാർത്തു വന്നിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്കുള്ള വകകൾ പകത്ത് അനുഭവിക്കുകയും ചെയ്യുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. സുന്ദർ സിംഗിന്റെ മാതാവിനെ കുടുംബാംഗങ്ങൾ ആകമാനം വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു വന്നു. സാധു സുന്ദർ സിംഗിന്റെ പുസ്തകങ്ങൾ തുടർന്ന് ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക.